ഹലോ നമസ്കാരം, എല്ലാവർക്കും ലൈഫ് ടെക് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്താ വെച്ചാൽ വാഴ എങ്ങനെ ചെത്താം, അല്ലെങ്കിൽ വാഴയിൽ നിന്ന് എങ്ങനെ അതിൻ്റെ നീരെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് 1 മീറ്ററിൻ്റെ പുതിയൊരു പൈപ്പ് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ചാണ് പൈപ്പ് കനം വരുന്നത്. ഇൻസുലേഷൻ ടാപ്പ് എടുത്തിട്ടുണ്ട്. ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. കേടന്ന സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളെ വേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുലച്ചപ്പോൾ പിന്നെ അതിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതിന് ഉണ്ണിപ്പിണ്ടി എടുക്കുക. പിന്നെ നമുക്ക് അതിൽ നിന്ന് ഇതുപോലെ നീരെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് എടുത്ത് നോക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോഴാണ് വിചാരിച്ചത് ഇതൊരു കണ്ടന്റ് ആക്കിയാൽ എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ എന്ന്. അപ്പോൾ ഈ വാഴനീരിന് പറയുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ വീഡിയോയിൽ വഴിയേ പറയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന പോലെ എന്ത് ചെയ്യുക, കത്തി കൊണ്ട് നമുക്ക് ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്തിട്ട് ഒഴിവാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കത്തി കൊണ്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഏത് പോർഷൻ വരെയാണ്, ഏകദേശം വാഴയുടെ അടിഭാഗത്തു നിന്ന് 1 അടി ഉയരത്തിലൊക്കെ നമ്മളിത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ലെവൽ എത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ അമർത്തി മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്ക് കട്ട് ചെയ്യണ പോലെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക്, അതായത് വെർട്ടിക്കലി കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പീസ് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് ഇങ്ങനെ ഇളക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ കാണാൻ പറ്റില്ലേ, ഈ ഒരു ലെവലിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ പീസ് അവിടെ നിന്ന് ഇളക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെയാണ് കട്ട് ചെയ്യണ മെത്തേഡ്. ഇതാണ് നല്ല മെത്തേഡ്. അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, പിന്നെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകും ഒരുമിച്ച് കട്ട് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്ത് ഫ്ലാറ്റ് ആക്കിയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഒരുവിധം മോൾ ഭാഗമൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഫ്ലാറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. അതായത് ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒരു ലെയർ ഒന്നും കൂടി എടുത്ത് കളയുക. അപ്പോൾ വീഡിയോയിൽ കാണിക്കണോണ്ട് കേട്ടോ, ഇത്ര വൃത്തിയിൽ ചെയ്യണമെന്നൊന്നുമില്ല. വൃത്തി വേണം, അല്ല ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ പരിപാടി തീർന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ചെറിയൊരു കത്തി എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലില്ലേ, എൻ്റെ കയ്യിൽ കാണുന്ന പോലെ ചെറിയൊരു കത്തി എടുക്കുക. ഇത്ര വലിപ്പമുള്ള കത്തി വന്നിട്ടോ. അതെടുത്തിട്ട് അതിൻ്റെ മോൾ ഭാഗത്തേക്ക് കാണുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഉണ്ണിത്തണ്ട് അല്ലെങ്കിൽ വാഴപ്പിണ്ടി എന്നൊക്കെ പറഞ്ഞത്. കണ്ടോ, സെൻറ്റർ പോർഷനായിട്ട് കാണാൻ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഉണ്ണിപ്പിണ്ടി അല്ലെങ്കിൽ വാഴപ്പിണ്ടി എന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പോൾ ഈ സാധനത്തിൻ്റെ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ആ ഉണ്ണിത്തണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലും മാർക്ക് ചെയ്യാൻ പാടില്ല. ഉണ്ണിത്തണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗ്ലാസിൻ്റെ വ്യാസത്തിൽ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ക്രോസ് ആയിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഭാഗം ഉണ്ടല്ലോ, നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ട ഭാഗമാണ്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് കത്തി കൊണ്ട് ആദ്യം എന്ത് ചെയ്യുക, ഇങ്ങനെ ആ ഉള്ളിൽ മാർക്ക് ചെയ്ത ഭാഗത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കളയുക. പിന്നെ സ്പൂൺ എടുക്കുക. സ്പൂണാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. സ്പൂൺ കൊണ്ടാകുമ്പോൾ കറക്റ്റ് ഐസ്ക്രീം കോരിടുന്ന പോലെ നമുക്ക് കോരിടാം. പക്ഷെ ഐസ്ക്രീം കോരുന്ന പോലെ പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ. ഇത് ധാരാളം ഈ ഇതിൽ ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടേ നല്ല പെട്ടെന്ന് കൊണ്ട് പോരാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും സ്പൂൺ കൊണ്ട് എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഗ്ലാസിൻ്റെ ആഴത്തോളം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഏകദേശം കണ്ടോ, നമ്മൾ ഇതുവരെ ഇങ്ങനെ താഴ്ത്തിയെടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ, ഏകദേശം ഈ സ്പൂണിൻ്റെ ഒരു ഗ്ലാസിൻ്റെ ഉയരത്തോളം നമ്മൾ താഴ്ത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ ഇതിൽ ഫുള്ള് വീഡിയോ കാണിക്കാത്തത് എന്താ വെച്ചാൽ കാണുന്ന ആൾക്കാർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ മോൾ ഭാഗം ഉണ്ടല്ലോ, ജസ്റ്റ് സ്ലോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. കാരണം ഈ നീരുണ്ടല്ലോ മുകളിലേക്കാണ്, ഈ സൈഡ് ഭാഗത്ത് കൂടെ ഒക്കെ അടിയിൽ നിന്ന് വാഴ നീരിങ്ങനെ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അപ്പോൾ മോൾ ഭാഗത്തു നിന്നൊക്കെ നീര് വരുന്ന ടൈമിൽ എന്ത് ചെയ്യുക, ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാഴയുടെ ഫുൾ കവർ ചെയ്യുന്ന ഭാഗത്തു നിന്നുള്ള നീരൊക്കെ ആ കുഴിയിലേക്ക് ഇറങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സൈഡ് ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണേ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതിട്ടോ, അല്ലാതെ ഓവറായിട്ട് കട്ട് ചെയ്യണ്ട. ആ ഉണ്ണിത്തണ്ടിൻ്റെ ഉള്ളിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ സ്ലോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുക. ഓക്കെ, ഇപ്പോൾ വീഡിയോയിൽ കാണുന്നില്ലേ, ഇപ്പോൾ ഈ മോൾ ഭാഗം ഉണ്ടല്ലോ, മോൾ ഭാഗത്ത് കുറച്ച് ഉയരം കൂടുതലും ഈ സൈഡിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് സ്ലോപ്പായിട്ടുള്ള രീതിയിലാണ് സ്പൂണോട് ഞാൻ ആ ഉണ്ണിത്തണ്ട് എടുത്തിട്ടുള്ളത്. അത് എന്തിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ നമ്മളിനി പൈപ്പ് കണക്ട് ചെയ്യാൻ പോകണം. അവിടെ പൈപ്പ് കണക്ട് ചെയ്യുമ്പോൾ സ്ലോപ്പായിട്ട് ആ പൈപ്പിലേക്ക് എന്ത് ചെയ്യണം, നീര് ഊർന്നിറങ്ങണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ആ സ്ക്രൂ ഡ്രൈവറിൻ്റെ കമ്പി എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അതായത് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ചെരിച്ചിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാവും. ആ ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, ഏകദേശം ഇങ്ങനെ ചെരിച്ചിട്ടൊരു ഹോള് ഇട്ട് കൊടുക്കുക.
അളവ് മാറിപ്പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു അരഞ്ച് വണ്ണുള്ള പൈപ്പാണല്ലോ നമ്മൾ എടുത്തത്. അപ്പോൾ ഒരു അരഞ്ച്, ഏകദേശം അരഞ്ച് ഗ്യാപ്പിലുള്ള തുളങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടോ, മുകളിലേക്ക് ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ള അരഞ്ച് പൈപ്പ് 1 മീറ്റർ നീളം, ആ പൈപ്പ് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മളിട്ട ഹോളിൻ്റെ ഉള്ളിൽ കൂടെ മുകളിലേക്ക് കയറ്റി കൊടുക്കുക. നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കയറും കേട്ടോ. ഓവറായിട്ട് നമ്മൾ വലുതാക്കി ഇടയത്, അപ്പോൾ എന്തായാലും ലൂസാവും. അപ്പോൾ നോക്കിയൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ പൈപ്പ് എന്ത് ചെയ്ത് അവിടെ എത്തി. എന്നിട്ട് ആ പൈപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ആ വാഴ പാർട്സും കാര്യങ്ങളൊക്കെ, വാഴയുടെ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ നോക്കി ജസ്റ്റ് ഞാൻ നീരയിൽ വരുന്ന നീര് കംപ്ലീറ്റ് പൈപ്പ് വഴി എന്ത് ചെയ്യും, താഴത്തേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻ അല്ലെങ്കിൽ ആ വാഴ നീര് നമ്മൾ ശേഖരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വാഴക്കള്ള് നമ്മൾ ശേഖരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കുപ്പിയിൽ സ്റ്റോർ ചെയ്യണമല്ലോ. അപ്പോൾ കുപ്പി എന്ത് ചെയ്യുക, ഇൻസുലേഷൻ ടാപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ പൈപ്പും ഒക്കെ പാടെന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് കൊടുക്കുക. ഇൻസുലേഷൻ ടാപ്പ് വെച്ച് കണക്ട്, പിന്നെ ഇളകി പോകാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യണത്. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യണ ഏറ്റവും നല്ല മെത്തേഡ്. ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പൈപ്പൊക്കെ എടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ള പൈപ്പൊന്നും എടുക്കണം കേട്ടോ. കാരണം നമുക്ക് കുടിക്കാനുള്ള സാധനമാണ്. അപ്പോൾ നല്ല വൃത്തിയുള്ള പൈപ്പൊന്നും എടുക്കണം. അപ്പോൾ ഏകദേശം നല്ലപോലെ എയർ ടൈറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് കൊടുക്കുക. ഈ നീര് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അത് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഈ കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടാവില്ല, അതായത് മൂത്രക്കല്ല് എന്നൊക്കെ പറയുമല്ലോ, കിഡ്നി സ്റ്റോണിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ ഇതിൽ നിന്ന് കിട്ടുന്ന ഈ നീര് എന്ന് പറഞ്ഞത്. ഇത് വെറും വയറ്റിൽ കുടിക്കാറാണ് പതിവ്. കിഡ്നി സ്റ്റോണുള്ള ആൾക്കാർ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിന്ന് മാറ്റം ഉണ്ടാവും. ആ കുപ്പിയുടെ മുകളിൽ എന്ത് ചെയ്യുക, നമ്മൾ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. കാരണം വെച്ചാൽ ഒരു എയർ സർക്കുലേഷൻ വേണം, എന്നാലാണ് മുകളിൽ നിന്ന് എന്ത് ചെയ്യുക, ആ നീര് ഇതിലേക്ക് ഇറങ്ങുള്ളൂ. ഇവിടെ പ്രഷർ കൂടി നിൽക്കുകയാണെങ്കിൽ മുകളിലത്തെ നീര് കൊണ്ട് ഇറങ്ങി വരില്ല. അപ്പം എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു സ്ലോപ്പ് ആവുന്ന രീതിയിൽ കുപ്പി അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ജസ്റ്റ് സ്ലോപ്പ് വേണം, എന്നാൽ മാത്രമേ നീര് ഇങ്ങനെ ഇറങ്ങി വരുള്ളൂ. ജസ്റ്റ് കണ്ടോ, ഈ ഒരു പൊസിഷനിൽ വെച്ചാൽ മതി. ജസ്റ്റ് ഒരു സ്ലോപ്പ് വേണം, എന്നാലേ നീരായി കൂടെ ഇറങ്ങി വരുള്ളൂ. എന്നിട്ട് സൈഡിൽ എന്ത് ചെയ്യാം, വാഴത്തൈയിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്കൊരു ഇല വെട്ടിയെടുക്കാം. കുറച്ച് ഇല വെട്ടിയിട്ട് ഇത് മൂടി വെക്കണമല്ലോ, അതിൻ്റെ ടോപ്പ് ഭാഗം മൂടി വെക്കണം, അല്ലെങ്കിൽ അതിൽ വല്ല പ്രാണികളൊക്കെ വരും. ബാക്കിലുണ്ട് അങ്ങനെ മാറോല പിടിച്ചതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല പോർഷൻ മാത്രം എന്ത് ചെയ്യുക, മൂടാൻ വേണ്ടി എടുക്കുക. ഒരു കവറുണ്ടായാലും മതി, കവറുണ്ടായാൽ ഏറ്റവും ബെസ്റ്റ്. ഇത് പാറി പോവാതിരിക്കാതെ നമ്മൾ വെയിറ്റ് ഒക്കെ വെക്കണം. ഒരു കവറുണ്ടെങ്കിൽ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലപോലെ തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഇതുപോലെ അടച്ചു കൊടുക്കുക. ഇനി വെയിറ്റിന് വേണ്ടി ഒരു കല്ല് വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു കാറ്റ് വീശിയെങ്കിൽ മൊത്തം തീരുമാനമാവും. അവർ വെയിറ്റിന് ഒരു കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, പരിപാടി തീർന്നു. നമ്മളേ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കണേ. പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സാധനമൊക്കെ ഇങ്ങനെ ഇരിക്കണത്. കണ്ടോ, കുപ്പിയിൽ എന്തായിട്ടുണ്ട്, ഒരു 1/4 ഭാഗം വാഴയുടെ നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണോ, ഇത്ര നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കിട്ടാറുണ്ട്, എന്ത് സംഭവിച്ചെന്നറിയില്ല, എവിടെയെങ്കിലും ചെറിയ പാളിച്ച വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര നീര് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ണിത്തണ്ട് കേൾക്കൂലേ, ഉണ്ണിത്തണ്ട് നമ്മൾ ഒരുപാട് കേൾക്കണതിനൊക്കെ തുല്യമായിട്ട് എന്ത് ചെയ്യാം, ഇത് കുറച്ച് കുടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ആ പൈപ്പ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ അകത്ത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വലിയ മാറ്റമൊന്നുമില്ല, വെള്ളത്തിനേക്കാളും ഒരു ചെറിയ ഒരു ഷെയ്ഡിൽ മാറ്റുള്ളൂ. ഒരു മങ്ങിയ വെള്ളം പോലെ, അതായത് ഒരു കലങ്ങിയ വെള്ളം പോലത്തെ ഒരു ലെവലാണ് കണ്ടാകും. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു ലെവലാണ് അതിൻ്റെ കളർ വരുന്നത്. ഒരു മങ്ങിച്ചുള്ള വെള്ളം പോലെ കണ്ടോ. നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ, ജസ്റ്റ് കുടിച്ചു നോക്കാം എന്താ പാടുന്നു. ഒരു ചെറിയ ചമർപ്പുള്ള ചോയുള്ളത്, ഞാനത് സ്ഥിരമായിട്ട് കുടിക്കാറുണ്ട്, അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ പുതുമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലണിക്ക